എന്തായാലും ആ ജീവൻ ഇനി ഉണ്ടോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ ഇങ്ങനെ അതിനൊക്കെയുള്ളൊരു ഉത്തരം കണ്ടെത്തേണ്ട സ്ഥിതിക്കാണ് ഇപ്പോൾ രക്ഷാദൗത്യത്തിനായി നേവിയും ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത്. നാവികസേനാ സംഘം സ്ഥലപരിശോധന നടത്തും. ഈ സമയം മാധ്യമങ്ങളെ അനുവദിക്കില്ല. സ്ഥലപരിശോധനയ്ക്ക് ശേഷമാകും നാളത്തെ ദൗത്യം ഏത് വിധത്തിലെന്ന് തീരുമാനിക്കുക. പ്രതികരണത്തിലേക്ക് അവർ ഒരു റിക്വസ്റ്റ് നമ്മുടെ മുന്നിലേക്ക് വെച്ചത് അവർക്കൊന്ന് സ്വതന്ത്രമായി ഇത് പരിശോധിക്കാനുള്ള ഒരു അവസരം മാധ്യമങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ്. നമ്മൾ തന്നെ അങ്ങോട്ട് പോകുന്നില്ല. അത് ബ്രീഫ് ചെയ്യാൻ കഴിയുന്ന 1-2 ആളുകൾ മാത്രമേ പോകുന്നുള്ളൂ. അവർ പറയുന്നത് അവർക്കൊരു സ്വാഭാവികമായിട്ടും അവരുടേതായിട്ടുള്ള ഒരു പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതുപോലെ അവർക്കൊന്ന് കോൺസെൻട്രേറ്റഡ് ആയി ഈ കാര്യം പരിശോധിക്കാൻ നമ്മുടെ മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ ഒന്ന് പരിശോധിക്കാൻ മഴയും കൂടിയാണല്ലോ. അപ്പോൾ നമ്മൾ സ്കെച്ചും കാര്യങ്ങളൊക്കെ കാണിച്ചു. അപ്പോൾ അവർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തത് മാധ്യമ പ്രവർത്തകർ ഒന്ന് നിൽക്കുക, അവർ കണ്ടതിന് ശേഷം ഞങ്ങളോട് വന്ന് വിഷയം പറഞ്ഞതിന് ശേഷം ഞങ്ങൾ തന്നെ ബ്രീഫ് ചെയ്യാം. അപ്പോൾ അവരുടെ പുറകെ പോകുന്നതൊന്ന് ഒഴിവാക്കണമെന്ന അഭ്യർത്ഥന അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ ദയവായി അതിൽ സഹകരിക്കണം എന്നുള്ളതാണ്. മറ്റ് സ്ഥലങ്ങളിൽ നമ്മുടെ മീഡിയ ഉണ്ടെങ്കിൽ അവരോട് ഇവരുമായി ബന്ധപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയുള്ളൊരു അഭ്യർത്ഥന നടത്തുക. തീർച്ചയായും അങ്ങനെ സമാനതകളില്ലാത്തൊരു രക്ഷാദൗത്യത്തിലേക്ക് പുതിയ ഒരു ടീം കൂടി വരികയാണ്. രാഹുൽ ജി നാഥ് ചേരുന്നുണ്ട്. രാഹുൽ, നേവിയുടെ രക്ഷാദൗത്യം അത് പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ച് തന്നെയാണ്. നേരത്തെ മേയർ പറഞ്ഞതുപോലെ നമുക്കൊക്കെ അറിയാമത്. അപ്പോൾ ഇനിയുള്ള കാത്തിരിപ്പ് അത് വരും ദിവസം, ഇനിയുള്ള ദിവസം, അതായത് നാളെ എങ്ങനെയാണ് അവരുടെയൊക്കെ തിരച്ചിൽ പ്രതീക്ഷിക്കേണ്ടത്? അപ്പോഴും മണിക്കൂറുകൾ പിന്നിട്ട് കഴിയുകയാണ് എന്ന ചോദ്യവും ബാക്കിയാണ് രാഹുൽ. പ്രജീഷ്, അല്പസമയം മുൻപാണ് നാവികസേനാ അംഗങ്ങൾ നഗരസഭാ പ്രതിനിധികളും DRM ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തിയത്. ആ ചർച്ചയ്ക്ക് ശേഷമാണ് മേയർ നമ്മോട് പ്രതികരിച്ചത്. പ്രാഥമികമായി സംഭവിച്ച കാര്യങ്ങൾ, അപകടം സംഭവിച്ച സ്ഥലത്തിൻ്റെ പ്രത്യേകത, അതെല്ലാം നാവികസേനയ്ക്ക് വിവരിച്ചു നൽകിയിട്ടുണ്ട്. നാളെ ഈ ഫീൽഡ് നാവികസേന പോയി പരിശോധിച്ച ശേഷം മാത്രമാകും അവർ ഏത് തരത്തിലാകും ഇത്തരത്തിൽ പരിശോധനകൾ, തിരച്ചിൽ കൊണ്ടുപോകുക എന്ന് നാളെ മാത്രമായിരിക്കും തീരുമാനിക്കുക. അവർ 7 അംഗ സംഘമാണ് ഇവിടെ എത്തിയത്. അതിസങ്കീർണമായ, അതിവിദഗ്ധമായ ദൗത്യങ്ങൾ ഏറ്റെടുത്ത ആളുകളാണ് നാവികസേനയിൽ നിന്ന് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായി അവർക്ക് ഈ അപകട സ്ഥലം വീക്ഷിക്കാൻ, തുടർന്ന് അവരുടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവസരം ഒരുക്കണമെന്നാണ് മേയർ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ ആകെ നഗരസഭയും ഒപ്പം നിലവിൽ ഈ രക്ഷാപ്രവർത്തനം നടത്തിയവരും കൊടുത്ത നിർദ്ദേശം, അവർ അവസാനം ചെയ്യാനിരുന്ന നിർദ്ദേശം തന്നെയാണ്. തടയണ നിർമ്മിച്ച് വെള്ളം കെട്ടി നിർത്തി ഹിറ്റാച്ചി പോലെയുള്ള സംവിധാനങ്ങൾ വെച്ച് മാലിന്യം നീക്കുന്ന ഒരു തിരച്ചിൽ രീതി, അതായിരുന്നു ഏറ്റവും അവസാനം ചെയ്യേണ്ടത്. കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട്, മഴയുണ്ട്, കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ടാണ് അത് മാറ്റിവെച്ചത്. അത്തരത്തിൽ ഒരു കാര്യം ചെയ്യാനിരുന്നു എന്നുകൂടി നാവികസേനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ നാവികസേന നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രോട്ടോക്കോളുകൾ പ്രകാരം ഈ അപകടം നടന്ന സ്ഥലവും അതിൻ്റെ സ്വഭാവവും എല്ലാം സ്വതന്ത്രമായി വീക്ഷിക്കാൻ അവസരം നൽകണമെന്നാണ് മേയർ പറഞ്ഞത്. അത്തരത്തിൽ വീക്ഷിച്ച ശേഷം അവർ ഒരു ചർച്ച കൂടി നടത്തിയ ശേഷം എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പറയും. അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പ്രതീക്ഷ ഗൂഗിളാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ നാവികസേന സംഭവ സ്ഥലത്തേക്ക് എത്തുന്നു. ആദ്യം ഇന്നത്തെ തിരച്ചിലൊക്കെ അവർക്ക് അറിയാം. കാരണം അതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളൊക്കെ പ്രാഥമികമായി വിലയിരുത്തിയ ശേഷമായിരിക്കും അവർ നടപടികളിലേക്ക് കടക്കുക. രാഹുൽ തുടരുന്നുണ്ട്. രാഹുൽ, എന്തായാലും ഈ തലസ്ഥാനത്ത് ഇടവിട്ട് മഴ കൂടി ഉണ്ടാകുന്നുണ്ട്. മഴ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ ഒക്കെയുള്ള സ്ഥിതികൾ സംബന്ധിച്ചൊക്കെയുള്ള അനുമാനങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും പ്രജീഷ്, ആദ്യഘട്ടത്തിൽ വൈകുന്നേരം ഈ പറയുന്നത് പോലെ ഒരു ആസൂത്രണം, വെള്ളം ശക്തിയായി ഒഴിക്കാൻ ശ്രമിക്കുന്നു, ടണലിലൂടെ ശക്തിയായി പമ്പ് ചെയ്യുന്നു. അത്തരത്തിൽ മാലിന്യം നീക്കം ചെയ്തുകൊണ്ട് അതിൻ്റെ ഒഴുക്ക് നിർണ്ണയിച്ച് കുടുങ്ങിക്കിടക്കുന്ന എല്ലാത്തിനെയും പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന തരത്തിലായിരുന്നു ആദ്യം. അപ്പോൾ അത്തരത്തിലായിരുന്നെങ്കിൽ ഈ മഴ ഒരു പരിധിവരെ സഹായിക്കുമായിരുന്നു എന്ന് കരുതാം. എന്നാൽ നിലവിൽ അതൊന്നും നടക്കുന്ന സ്ഥിതിയല്ല. മാലിന്യം പൂർണ്ണമായി നീക്കം ചെയ്യാതെ ഈ ടണലിലേക്ക് വലിയ പരിശോധന നടത്താൻ കഴിയില്ല എന്ന തിരിച്ചറിവിലേക്ക് തന്നെയാണ് ഇന്ന് വൈകുന്നേരം ഈ തിരച്ചിൽ നടപടികൾ അവസാനിപ്പിക്കുമ്പോൾ ഇവരെല്ലാം എത്തിയത്. അതുകൊണ്ട് തന്നെ മഴ എത്രമാത്രം പ്രതികൂലമാകും എന്നുള്ളത് കൃത്യമായി പറയാൻ കഴിയില്ലെങ്കിലും പല ഘട്ടങ്ങളിലും അത് പ്രതികൂലമായി ബാധിക്കാൻ തന്നെയാണ് ഏറ്റവും സാധ്യത. ഈ നിലവിൽ സ്കൂബ ഡൈവർമാരും ഫയർഫോഴ്സിലുള്ളവരും NDRFും എല്ലാം ഈ പ്രാഥമികമായി ഈ കാര്യങ്ങളെല്ലാം നാവികസേനയോട് പറഞ്ഞിട്ടുണ്ട്. ഇനി അവരാണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇതുവരെ ചെയ്യാൻ കഴിയാത്തതായിട്ടുള്ള പദ്ധതിയോ അതിനപ്പുറത്തേക്ക്
നമ്മൾ നിലവിൽ ചെയ്തു വെച്ചതിന് ഒരു മാറ്റത്തോടു കൂടി അവർ സമീപിക്കാനാണ് സാധ്യത. എന്തായാലും വളരെ സ്വതന്ത്രമായി നാവികസേനയ്ക്ക് കാര്യങ്ങൾ പരിശോധിക്കാനും പഠിക്കാനും അവസരം ഒരുക്കണമെന്നും അതിനുശേഷം ശരി, ഈ രാഹുലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.